തിരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പുവരുത്തണം. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. വോട്ടർമാർക്ക് നിഷ്പക്ഷതയിൽ സംശയം ജനിച്ചാല് സന്ദേഹം നീക്കേണ്ടത് കമ്മീഷന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റുന്നതിനു പകരം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ നശിപ്പിക്കുകയും തിരഞ്ഞെടുപ്പിന്റെ സുതാര്യതക്കായി സ്ഥാപിതമായ നിയമങ്ങൾ അട്ടിമറിക്കുകയും ചെയ്യുമ്പോൾ തകരുന്നത് ജനാധിപത്യമാണ്. തിരഞ്ഞെടുപ്പിന്റെ വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ പൊതുപരിശോധനക്ക് നൽകുന്നതിനുള്ള വിലക്ക്. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന്റെ വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തോടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുറംതിരിഞ്ഞ നിൽപ്പ്. വോട്ടെടുപ്പിന്റെ CCTV വെബ്കാസ്റ്റിംഗ് വീഡിയോ ദൃശ്യങ്ങൾ 45 ദിവസത്തിനു ശേഷം നശിപ്പിക്കണമെന്ന ഉത്തരവ് തുടങ്ങി തിരഞ്ഞെടുപ്പിന്റെ സുതാര്യതയ്ക്ക് നിരക്കാത്ത നടപടികളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വീകരിച്ചുവരുന്നത്. BJP നേതൃത്വത്തിലുള്ള മഹാസഖ്യം വിജയിച്ച കഴിഞ്ഞ വർഷത്തെ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പില് വൻകൃത്രിമം നടന്നതായി ആരോപണമുയർന്ന പശ്ചാത്തലത്തില് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് തിരഞ്ഞെടുപ്പിന്റെ വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. ദൃശ്യങ്ങൾ പുറത്തുവിട്ടാല് വോട്ടർമാരെ വ്യക്തികൾക്കോ പാർട്ടികൾക്കോ തിരിച്ചറിയാനാകുകയും വോട്ടർമാർക്കെതിരെ ഭീഷണി ഉൾപ്പെടെയുള്ള സാധ്യതകൾ ഉണ്ടാകുകയും ചെയ്യുമെന്ന ബാലിശമായ ന്യായം പറഞ്ഞ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ആവശ്യം നിരസിച്ചു. ഇത്തരം ദൃശ്യങ്ങൾ ആഭ്യന്തര നിരീക്ഷണത്തിന് മാത്രമാണെന്നാണ് കമ്മീഷന്റെ അവകാശവാദം. ഓരോ ബൂത്തിലും വോട്ട് ചെയ്തവർ ആരെല്ലാമെന്ന് അറിയാന് പാർട്ടി നിയോഗിക്കുന്ന ബൂത്ത് ഏജന്റുമാര് ഉൾപ്പെടെ പാർട്ടികൾക്കും പ്രവർത്തകർക്കും വേറെ തന്നെ മാർഗങ്ങളുണ്ടെന്നിരിക്കെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടാതിരിക്കുന്നതുകൊണ്ട് മാത്രം വോട്ടർമാരുടെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാനും സുരക്ഷിതത്വം ഉറപ്പാക്കാനും സാധിക്കുമോ? ഇതൊന്നും ജനങ്ങൾ അറിയേണ്ട എന്ന കമ്മീഷന്റെ സ്വേച്ഛാപരമായ നിലപാട് ജനാധിപത്യ വ്യവസ്ഥയിൽ ന്യായീകരിക്കത്തക്കതല്ല. വെബ്കാസ്റ്റിംഗ് വീഡിയോ ദൃശ്യങ്ങൾ 45 ദിവസത്തിനു ശേഷം നശിപ്പിക്കണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിന്റെ ഉദ്ദേശ്യശുദ്ധിയും സംശയാസ്പദമാണ്. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ശക്തമായതിനു ശേഷമാണ് കമ്മീഷന്റെ ഉത്തരവ് വന്നതെന്നത് ശ്രദ്ധേയമാണ്. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം പോളിംഗ് ശതമാനത്തിലുണ്ടായ വൻവർധന ചൂണ്ടിക്കാണിച്ചാണ് പോളിംഗ് ദിവസത്തെ വൈകുന്നേരം 5 മണിക്ക് ശേഷമുള്ള CCTV വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങളും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിലെയും വോട്ടരു പട്ടികയും പുറത്തുവിടാന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ പ്രകടമായ ക്രമക്കേടുകളെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന ഉടന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് സമർപ്പിച്ച നിവേദനത്തില് വിശദമായി ചൂണ്ടിക്കാണിച്ചിരുന്നു. പോളിംഗ് ദിവസം വൈകുന്നേരം 5-ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്ക് പ്രകാരം പോളിംഗ് 58.22%. പിന്നീട് ഇത് 65.02%, തുടർന്ന് 66.05% രാത്രിയില് വിവരം മാറ്റിപ്പറഞ്ഞു. ഇതനുസരിച്ച് വൈകുന്നേരം ഏകദേശം 76 ലക്ഷം പേര് വോട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഇതിൽ അസ്വാഭാവികതയുണ്ട്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി 2024 ജൂലൈ മുതൽ നവംബർ വരെയുള്ള 5 മാസത്തിനിടയിൽ സംസ്ഥാനത്തെ വോട്ടർമാരിലുണ്ടായ വൻവർധനയും സംശയാസ്പദമാണ്. 47 ലക്ഷം വോട്ടർമാരാണ് ഈ കാലയളവിൽ വർദ്ധിച്ചത്. അതിലേറെ ദുരൂഹമാണ് 1961 തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടത്തിലെ 93(2)(a) വകുപ്പ് ഭേദഗതി ചെയ്ത കേന്ദ്രത്തിന്റെ നടപടി. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പൊതുജന പരിശോധനക്ക് നൽകണമെന്നായിരുന്നു 1961 നിയമത്തിൽ പറഞ്ഞിരുന്നത്. ഈ വകുപ്പിലെ എല്ലാ രേഖകളും എന്നതിനു പകരം ചട്ടങ്ങളിൽ പ്രത്യേകം പറയുന്നവ എന്നാക്കി മാറ്റി സർക്കാർ. ഇതുവഴി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ചട്ടത്തിൽ പ്രത്യേകം പറയാത്ത CCTV ദൃശ്യങ്ങള്, വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങള് തുടങ്ങിയവ പൊതുജന പരിശോധനക്ക് നൽകാതെ രക്ഷപ്പെടാനാകും. നാമനിർദ്ദേശ പത്രികകള്, പോള് ഏജന്റുമാരുടെ നിയമനങ്ങള്, തിരഞ്ഞെടുപ്പ് ഫലം, തിരഞ്ഞെടുപ്പ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവ മാത്രം പരിശോധനക്ക് നൽകിയാലും മതിയാകും. കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നിയമത്തില് ഭേദഗതി വരുത്തിയത്. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പില് ഒരു പോളിംഗ് സ്റ്റേഷനില് രേഖപ്പെടുത്തിയ പോളിംഗിന്റെ വീഡിയോഗ്രഫി, CCTV ദൃശ്യങ്ങള്, പേപ്പറുകളുടെ പകർപ്പുകൾ തുടങ്ങി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അഭിഭാഷകനായ മഹമൂദ് പാച്ചക്ക് നൽകണമെന്ന് 2014 ഡിസംബർ 9-ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. 1961 തിരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പൊതുസമൂഹത്തിന് പരിശോധനക്ക് നൽകാന് കമ്മീഷന് ബാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു കോടതി ഉത്തരവ്. ഇതിന് തൊട്ടുപിന്നാലെയാണ് ധൃതിപ്പെട്ട് കേന്ദ്രം നിയമത്തില് ഭേദഗതി വരുത്തിയതെന്നത് ശ്രദ്ധേയമാണ്. സ്വതന്ത്രമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കേണ്ട ഒരു അർദ്ധനീതിന്യായ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്. തീർത്തും സുതാര്യമായിരിക്കണം ജനാധിപത്യത്തിന്റെ അടിത്തറയായ തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കേണ്ട കമ്മീഷന്റെ പ്രവർത്തനങ്ങള്. സുതാര്യമെന്ന് കമ്മീഷന് അവകാശപ്പെട്ടാല് പോരാ, അത് വോട്ടർമാർക്കും സമൂഹത്തിനും ബോധ്യപ്പെടുകയും വേണം. വോട്ടർമാർക്ക് നിഷ്പക്ഷതയിൽ സംശയം ജനിച്ചാല് സന്ദേഹം നീക്കേണ്ടത് കമ്മീഷന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റുന്നതിനു പകരം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ നശിപ്പിക്കുകയും
തിരഞ്ഞെടുപ്പിന്റെ സുതാര്യതക്കായി സ്ഥാപിതമായ നിയമങ്ങൾ അട്ടിമറിക്കുകയും ചെയ്യുമ്പോൾ തകരുന്നത് ജനാധിപത്യമാണ്.